ഇത് മുസ്ലിം ലീഗിനെ മൂക്കിലൂടെ വലിക്കാൻ സമ്മേളനം നടത്താൻ വന്ന ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലീഗിന്റെ ചരിത്രയാത്ര എന്നുമെന്നും തുടരുമെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന രാത്രി. ഇത് അപവാദ വ്യവസായത്തിന്റെ വൈതാളികന്മാർ പോയി ഒളിച്ച മാളങ്ങളോടൊന്ന് ചൂട്ടുകത്തിച്ച് തിരയുന്ന രാത്രി. ഇത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നലകളുടെ അഭിമാനവും നാളുകളുടെ പ്രതീക്ഷയും ഒന്നിച്ച് സമ്മേളിക്കുന്ന രാത്രി. ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അത്താണിയായി നിലകൊണ്ട മഹാരാഷ്ട്രീയ പ്രസ്ഥാനം അതൊന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന രാത്രി. ഇത് മദിരാശിയിലെ ചൂടിക്കട്ടിലെ ദയാമഞ്ചിലെ കറുത്ത കോട്ടുകാരന്റെ വെളുത്ത താടിരോമങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ജനത കണ്ടെത്തിയ ആത്മവിശ്വാസത്തിന്റെ അത്താണിയെ ശക്തിപ്പെടുത്തുന്ന രാത്രി. ഇത് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും എത്രമേൽ ശക്തമാണെന്ന് വിളിച്ചോതുന്ന രാത്രി. ഇത് മണ്ണ് ചോപ്പിക്കാൻ വന്നവന്റെ അസ്തമയം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കണ്ട ശേഷം സമ്മേളിച്ചു കഴിഞ്ഞിട്ടുള്ള രാത്രി. ശരിയാണ്, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് കൊടിയേന്തി നേതൃത്വം കൊടുത്ത പച്ച കടൽ ഈ മഹത്തായ കോട്ടക്കുന്നിന്മേൽ ഒരു കുന്നും ഒരു കോട്ടയും, ഓർക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ, ഒരു കുന്നും ഒരു കോട്ടയും, ഉയർന്നു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ പർവ്വത സമാനമായ ജനസഞ്ചയത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുന്നും, മുസ്ലിം ലീഗിന്റെ അഭേദ്യമായ ആർക്കും ലംഘിക്കാൻ സാധിക്കാത്ത അലംഘനീയമായ ഒരു കോട്ടയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കോട്ടയും. ഇത് നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് ഉറ്റുനോക്കുന്ന രാത്രി. ഇത് ചന്ദ്രക്കല എന്നെന്നും ജനഹൃദയങ്ങളിൽ ഉദിച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന രാത്രി. ഇത് ഒറ്റക്ക് നിന്നാൽ തിരമാല തിരമാലയാകുന്നില്ലെന്നും അത് കടലിനോട് ചേരുമ്പോൾ മാത്രമാണ് അലകടലായി തീരുന്നതെന്നും ഒന്നും കൂടി എഴുതി വെക്കുന്ന രാത്രി. സമുദായത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതെല്ലാമായി ഖുർആനിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രാത്രി. സമൂഹവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നത്. മൗജ് ഹേ ദരിയാമേ, തിരമാല തിരമാലയാകുന്നത് കടലിന്റെ മാറിടത്തോട് ചേരുമ്പോൾ മാത്രമാണ്. ബൈറൂന് ദരിയാ കുച്ച് നഹി, കടലിൽ നിന്ന് പുറത്തെടുത്താൽ തിരമാല ഒന്നുമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന രാത്രി. മുസ്ലിം ലീഗിന്റെ അലമാല കണ്ടപ്പോൾ അത് ബക്കറ്റിൽ കോരിയെടുക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ അലകടൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അറബിക്കടലാകുന്ന അലകടൽ പാഞ്ഞെത്തിയ രാത്രി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പൊളിറ്റിക്കൽ ബ്ലണ്ടർ, ഏറ്റവും പുതിയ രാഷ്ട്രീയ അബദ്ധം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കിയടത്ത് പറ്റിയ പാപ്പരത്തമാണ്, പരാജയമാണ്. അതാണ് ഈ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൃതഹസ്ഥനായ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദർശനം ഈ ജനതയ്ക്ക് എന്ത് നൽകി എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച വാക്കുകളിലൂടെ നാം മുഴങ്ങിക്കേട്ടത്. എന്താണ് മുസ്ലിം ലീഗിനെ മനസ്സിലാക്കേണ്ടത്? CPM-ന് അബദ്ധം സംഭവിച്ചത് CPM വിലയിരുത്തേണ്ടതാണ്. മലപ്പുറത്ത് സമ്മേളനം കഴിഞ്ഞ് പോയ ശേഷം പിന്നെ ഒരിക്കലും ഗതി പിടിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് തുടങ്ങിയ ഗതികേട് ഡൽഹിയിൽ ഇപ്പോഴും രാത്രിക്ക് രാത്രി, രായ്ക്ക് രായ്മാനം തുടർന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിഭാഗീയതയുടെ ഭീകര സത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആവരണം ചെയ്തിരിക്കുന്നു. ഗ്രൂപ്പിസത്തിന്റെ കരാള ഹസ്തം. മലപ്പുറത്തേക്ക് വരൂ, കാട്ടിത്തരാം എന്ന് പറഞ്ഞവർ ഇവിടെ വന്ന് കാട്ടിത്തന്നത് ഞങ്ങളെയായിരുന്നില്ല. അവർക്കുള്ളിൽ പരസ്പരം പോരടിക്കുന്ന ഗ്രൂപ്പുകളെയാണ് അവർ കാട്ടിക്കൊടുത്തത് എന്ന് പിന്നീടുള്ള CPM-ന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി. ഡൽഹിയിലെത്തിയപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്താണ്? ഇന്ത്യയിലെ മതേതരത്വം നേരിടുന്ന വെല്ലുവിളിയല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയല്ല,
UPA ഗവൺമെന്റിനെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകേണ്ട രാഷ്ട്രീയമായ ഉത്തരവാദിത്തമല്ല. ഇന്ത്യ രാജ്യത്തെ അന്താരാഷ്ട്ര രംഗത്ത് ഉയർത്തിപ്പിടിക്കേണ്ടതിനെ കുറിച്ചുള്ള പുതിയ വിചിന്തനങ്ങളല്ല, മറിച്ച് കേരളത്തിൽ ഗുരുതരമായ ഫാക്ഷനലിസം, ഗുരുതരമായ പാർട്ടി ഗ്രൂപ്പിസം ഭിന്നിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടികൂടിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള ചർച്ചകളാണ്. കോട്ടക്കുന്നിൽ നിന്ന് CPM-ന് കിട്ടിയത് ഈ ഗ്രൂപ്പിസമാണെങ്കിൽ ഞങ്ങൾ കോട്ടക്കുന്നിൽ വന്ന് നിൽക്കുന്ന ഇന്നലെ വരെയും ഇന്നും ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു, ഒറ്റ ഗ്രൂപ്പ്, ഒറ്റ സ്വരം, ഒറ്റ നാദം, ഒറ്റ ഇടിനാദം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകുന്ന ഒറ്റ കപ്പിത്താൻ, കാറ്റും കോരും നിറഞ്ഞ കടലിലൂടെ പാറക്കെട്ടുകളിൽ ചെന്ന് തളരാതെ ഈ മഹാനൗകയെ മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരു കപ്പിത്താൻ, ഈ ജനതയുടെ ആത്മസ്വരമായി, ആത്മനായകനായി ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്.